ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ നമുക്ക് പല കളറിലും കിട്ടുന്നതാണ്. നിങ്ങൾ കടകളിൽ ചോദിക്കുക. ഫാൻസി കടകളിലാണ് ഇത് കൂടുതലും കാണുന്നത്. നല്ല വലിയ ഷോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പല കളറിലുള്ള ടിഷ്യൂ പേപ്പർ നമുക്ക് കിട്ടും. ഞാൻ ഇതുപോലെ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആദ്യം 4 പേപ്പർ ഇതുപോലെ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. നല്ല കട്ടി കുറഞ്ഞ പേപ്പറാണ് നമുക്ക് നല്ലപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. സാധാരണ നമുക്ക് ബുക്കിൻ്റെ പേപ്പറില്ല, അത് വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല വെള്ള പേപ്പർ വെച്ചിട്ടും ഈ ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ആദ്യം ഇതുപോലെ മടക്കുക, വീണ്ടും തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് മടക്കിയെടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വേണം ഇത് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ളായിട്ട് മടക്കിയെടുക്കണം. വളരെ ഈസിയാണ്. ഒത്തിരി സമയമൊന്നും വേണ്ട, വെറും മിനിറ്റുകൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതുപോലെയുള്ളൊരു കമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഗോൾഡൻ കമ്പിയാണ്. ഇത് നമുക്ക് ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടും. നല്ല വലിയൊരു ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഐറ്റംസൊക്കെ മേടിക്കാൻ കിട്ടും. ഈ ഗോൾഡൻ കളറിലുള്ള ഈ കമ്പി ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് ഒന്ന് കണ്ടോ ഇതുപോലെ ആക്കി കൊടുക്കുക. ഒരുപാട് പാടൊന്നും ഇല്ല കേട്ടോ, വെറും മിനിറ്റുകൾ കൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇതുപോലെ എല്ലാം നമുക്കിതൊന്ന് ചുറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഈ കമ്പി ഇല്ലെങ്കിലും വീട്ടിൽ സിമ്പിളായിട്ട് ഒന്ന് ഉണ്ടാക്കി പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മുടെ നൂലുപയോഗിച്ചിട്ട് ഈ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ കമ്പി ഒന്ന് ഞാൻ ജസ്റ്റ് വളച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് നൂത്തെടുക്കുക. നമ്മൾ 4 ടിഷ്യൂ പേപ്പറല്ലേ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് വെച്ചത്, ആ പേപ്പറെല്ലാം ആ 4 പേപ്പറും ഇതുപോലെ ഒന്ന് നൂത്തെടുക്കുക. കണ്ടോ, ആദ്യം ഫസ്റ്റ് പേപ്പർ നൂത്തതിന് ശേഷം പിന്നെ സെക്കൻഡ്, പിന്നെ തേർഡ്, പിന്നെ ഫോർത്ത്, 4 ടിഷ്യൂ പേപ്പറാണുള്ളത്. അപ്പോൾ അത് 4ഉം ഇതുപോലെ ഒന്ന് നൂത്ത് എടുക്കുക. ശരിക്കും വളരെ ഈസിയാണ്. പിന്നെ നിങ്ങൾക്ക് ചെറിയ ഫ്ലവറാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് കൂടുതലും നല്ലത് ചെറുതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി വലിയ ഫ്ലവർ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കൊച്ചു ഫ്ലവർ മതിയെങ്കിൽ നിങ്ങൾ ചെറിയ ടിഷ്യൂ പേപ്പർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഇലയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇച്ചിരി കൂടെ വലിയ വീതി കുറച്ചിട്ട് നീളത്തിൽ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടോ, ഇതാകുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിന് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചത്. ഇനി നമുക്ക് അത് മാറ്റിയതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കാം. ഒത്തിരി പാടൊന്നുമില്ല, വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമില്ല, വളരെ ഈസിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ തുമ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് കുറച്ച് ഗം തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ലീഫ് ഇപ്പം ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അതുകൂടി നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്നുകൂടി ഇത് ചെറുതാക്കാൻ, കുറച്ച് വലുതായി പോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ലീഫ് കുറച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് വളഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇനി കുറച്ച് ഗം തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലവർ, നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഇതിനുള്ളിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. നന്നായിട്ട് ആ കമ്പി നേരെ തന്നെ വെക്കുക, എന്നാലേ ഇതിനുള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിരിക്കത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ആ ഫ്ലവറും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നമ്മളിപ്പോൾ ചാർട്ട് പേപ്പർ വെച്ചിട്ട് ചെയ്ത ഇത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ച് വെക്കുക. നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കുക. കണ്ടോ, വളരെ ഈസി ആയിട്ടല്ലേ നമ്മുടെ ഫ്ലവർ റെഡി ആയത്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്നമർത്തി ലൈക്ക് ചെയ്തേക്കൂ. ഇതുപോലുള്ള പുതിയ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എല്ലാ സൺഡേയും ആയിരിക്കും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്.